ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഉള്ളത്തെ ഫിക്സ് ചെയ്യാതെ പിടുത്തം കിടത്തില്ല. എന്തെങ്കിലും ഒന്ന് പറയണം. തീരുമാനം എടുക്കുന്നില്ല, ഇല്ലെങ്കിൽ പ്രശ്നമാണ്, ഞാൻ സഹിച്ചോളാം, അത് കുഴപ്പമാണ് ഒക്കെ പറയുന്നുണ്ട്. നമ്മളിതൊരു മൈൻഡ് വർക്ക് ചെയ്ത് ഓണാണ്. ഒരു മിനിറ്റ്, റെഡി 1 2 3 സെയിം മൈൻഡ് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നതെന്ന് മാഷ് പറഞ്ഞത്. അപ്പൊ ഈ മൈൻഡ് വർക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട്, ലൈക്ക് മൈൻഡ് വർക്ക് ആവാന്ന് വെച്ചാൽ ഇത് തന്നെ സ്വയം പ്രവർത്തന സംവിധാനം സ്റ്റോപ്പ് ചെയ്യണം. അതെ അതെ, മൈൻഡിന്റെ അടിമയാവാതിരിക്കും. നമ്മുടെ യഥാർത്ഥ വാക്കുകൾ ബോധിധർമ്മം പറഞ്ഞിട്ട്, ബോധിധർമ്മം പറഞ്ഞിരുന്ന യുവർ മൈൻഡ് ഈസ് യുവർ മാസ്റ്റർ, യു ആർ ഇൻ ഹെൽ. ഇഫ് യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ മൈൻഡ്, you will enter in the kingdom of Buddhas. മനസ്സിന്റെ സ്വയം പ്രവർത്തന സംവിധാനം സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് എല്ലാ മെഡിറ്റേഷൻസിൻ്റെയും ഉദ്ദേശം. അപ്പം മെഡിറ്റേഷൻ കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം അതിന് മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് സൈക്കോളജി കൊണ്ട് പറ്റത്തില്ല. അതിന് കുറച്ചൊക്കെ ഒന്ന് കോപ്പപ്പ് ചെയ്യാനും ഒന്ന് വേറൊരു രീതിയിൽ തിങ്ക് ചെയ്യാനും അങ്ങനെ കാഴ്ചപ്പാട് മാറ്റാനൊക്കെ കൊള്ളാം. അതിന് റെലവൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ മനസ്സിന് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയില്ല. അത് നമ്മുടെ ഈ തിയറി വന്നത് മനുഷ്യന് മാറി രോഗമാണ് മനസ്സെന്ന് സമ്മതിച്ചെങ്കിൽ അതിന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാണെന്ന് തോന്നത്തുള്ളൂ. മനസ്സിന് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരിക്കലും ചിന്തിച്ചിട്ടല്ല. ചിന്തിച്ചാൽ മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം മനസ്സ് വർക്ക് ചെയ്യുന്ന മൈൻഡിന്റെ വർക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കും. ആ മൈൻഡിന്റെ വർക്കിംഗ് പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണ് ഈ മെന്റലിസ്റ്റ് കാര്യം ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്ക് ചിന്തിക്കും. അതിന്റെ ഓപ്പോസിറ്റ് അത് ചെയ്യണം. ഭയക്കരുത്. അപ്പോഴേ എന്തോ കാര്യം പറഞ്ഞു പേടിക്കരുത്. അപ്പൊ ഇടയ്ക്ക് പേടിയാ. ആദ്യമേ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല. പേടി വിഷമിക്കരുത്. ചെല്ലു, ഞാനൊരു കാര്യം പറയാൻ പോകും, ഒന്നും തോന്നരുത് എന്നോടൊന്നും. അപ്പൊ തന്നെ നമുക്ക് തോന്നി. അപ്പോൾ മനസ്സ് എപ്പോഴും പ്രവർത്തിക്കുന്ന ഓപ്പോസിറ്റ്. മനസ്സിനെ കളിപ്പിക്കാനുള്ള മനസ്സെപ്പോഴും ഒരു ആശയം കിട്ടിയാൽ ആശയത്തിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കും. ഈ ആശയം കൊടുക്കുന്നതുകൊണ്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നത്. നമ്മൾ മൈൻഡിന് എപ്പോഴും ഒരു ആശയം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ചിന്തിക്കുന്നത്. ഒരാശയം കൊടുക്കാതെ നോക്കി അതിന് പിടുത്തം കിട്ടത്തില്ല, അത് വർക്ക് ചെയ്യത്തില്ല. ശ്രമിക്കും, പക്ഷെ വർക്ക് ചെയ്യാതെ അതിനൊരു പിടുത്തമില്ല. ആശയം ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ല. ഇത് രണ്ടും പ്രശ്നം. ഒരെണ്ണം ചിന്തിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥം ചിന്തിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു 100 കണക്കിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരും. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് ഉപയോഗിക്കുന്നത്. നമ്മളെ സ്പ്ലിറ്റ് ആകും. അപ്പം നമ്മൾ പവർ പകുതിയായിട്ട് പറയും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതാണ് മൈൻഡിൻ്റെ വർക്കിംഗ് പാറ്റേൺ. നമ്മളിപ്പോൾ പറയാം ലൈഫ് എന്നൊന്ന് ചുമ്മാ എന്ന് പറഞ്ഞു. ലൈഫ് എന്ന് പറഞ്ഞു ഉടനെ മൈൻഡ് വയ്ക്കും സ്പിരിച്വൽ ലൈഫാണോ മെറ്റീരിയൽ ലൈഫാണ്. അപ്പോൾ മെറ്റീരിയൽ ലൈഫ് എന്ന് പറഞ്ഞു കരിയർ ലൈഫാണോ ഫാമിലി ലൈഫാണോ പറയുന്നത് മനസ്സിലാവുന്നു. അത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അനന്തമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അവിടെ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് ഉണ്ട്. ഒരു വെള്ളം ഒഴുകി വരുമ്പോൾ നമുക്കൊരു പാറയുണ്ട്, ഇടിച്ച് രണ്ടായിട്ട് മാറി. പിന്നെ എന്ത് സംഭവിക്കും? അപ്പുറത്തോടെ വന്നാൽ കൂട്ടിയിടിക്കത്തില്ല, കറങ്ങി വന്നു. അപ്പൊ സ്പ്ലിറ്റ് ആയാൽ എപ്പോഴും എനർജിക്ക് കോൺഫ്ലിക്റ്റിനുള്ള ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഈ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ആകുന്ന ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അത് പിന്നെ സ്പ്ലിറ്റ് ആകും. അതൊക്കെ തമ്മിൽ പിന്നെ കൂട്ടിയിടിച്ച് അത് പിന്നെ അതിന്റെ ഇരട്ടിയാവും. അപ്പൊ 3, 6, 9 ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകാതിരിക്കട്ടെ. അതൊരു നിമിഷം കൊണ്ട് സംഭവിക്കുമ്പോഴാണ് ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ ഉണ്ടാക്കുന്നത്. ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. കൂടിച്ചേരല മറ്റേത് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ അല്ലേ? ശരിയാണ്. ഇതേ സയൻസ് തന്നെയാണ് ചിന്തകളുടെ കാര്യത്തിൽ നടക്കുന്നത്. തലക്കകത്ത് കാണുന്നില്ലെന്നു. ഒരു ചിന്ത 2ആയി, 4ആയി, 8ആയി, കുട്ടിയിടിച്ച് 16ആയി, പരാവന്തം പിടിച്ച് തല മുഴുവൻ ചിന്തയായിട്ട് ഇങ്ങനെ വട്ടടിച്ചിരിക്കും. ചിന്തകന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്.
ഷിസോഫ്രീനിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ ഉള്ളിൽ ചിന്തകൾ ഇങ്ങനെ ഭയങ്കരമായി കൂട്ടിയിടിച്ച് ഭയങ്കര അത് അതേസമയം പക്ഷെ നമുക്ക് ചിന്തകൾ ഇല്ലാതെ തന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇതില് പോസിറ്റീവ് ചിന്തകളൊക്കെ നല്ലതല്ലേ, അതെ നമ്മൾ തെറ്റ്. പോസിറ്റീവ് ചിന്ത എന്നുള്ളത് നമ്മൾ ആദ്യം പറയുന്ന ഒരു സാധനം. എന്തുകൊണ്ടാണ് പറയുന്നത്? പോസിറ്റീവ് ചിന്ത എന്നുള്ള ചിന്തയില്ല, ചിന്ത എല്ലാം നെഗറ്റീവ് ആയിട്ട്. ചിന്ത യാഥാർത്ഥ്യമാണല്ലോ, സത്യമല്ലല്ലോ. സത്യമല്ലാത്ത എല്ലാം കള്ളമല്ലേ, അതെല്ലാം നെഗറ്റീവ് അല്ലേ. എന്തുകൊണ്ടാണ് പറയുന്നത്? നിങ്ങൾക്കറിയോ ഈ ചില ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ആണ് വീട് ഉൾപ്പെടെ നഷ്ടപ്പെട്ടവർ, അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഒരു വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ബി പോസിറ്റീവ്, നമുക്ക് അടയ്ക്കാൻ പറ്റും, ഇതിന്റെ അപ്പുറം നമ്മൾ അടയ്ക്കും. കാര്യം കാരണം നോക്കിയിട്ടല്ല. അപ്പൊ ലോൺ എടുത്തിട്ടൊക്കെ കാറൊക്കെ എടുക്കും. ഒരു റിസപ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോയി, ഇത് അടയ്ക്കാൻ പൈസയില്ല. അവസാനം വാങ്ങുന്നത് കൊണ്ടു 10 വർഷം കഴിഞ്ഞ് കാർ എടുത്തു, 20 ലക്ഷം രൂപയുടെ. 5 വർഷം കഴിഞ്ഞ് വിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? 5 ലക്ഷം കിട്ടും. 10 വർഷം കഴിഞ്ഞ് ഒരു 20 ലക്ഷം കൊടുത്തൊരു വസ്തു ആണ് ചേഞ്ചസ് ചെയ്തത്. 10 വർഷം കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടും? ഇരട്ടി കിട്ടും. എന്തായാലും 19 ലക്ഷം രൂപ അല്ലെങ്കിൽ 19 ലക്ഷം രൂപ കിട്ടും. അപ്പോ ഈ രസം ഒന്ന് അടയ്ക്കാൻ പറ്റാതെ ബി പോസിറ്റീവ് എന്ന് പറയുന്ന ശീലമാകുന്ന ആളോട് നമ്മൾ പറയണം, അറ്റ്ലീസ്റ്റ് കുറച്ച് ബി നെഗറ്റീവ്. നീ ഒന്ന് നെഗറ്റീവായി കിട്ടും. ചില ആൾക്കാരല്ലേ വീടുകളിലൊക്കെ സ്വത്തുക്കളൊക്കെ മുടിപ്പിക്കാനായിട്ട് ചില ആൾക്കാരുണ്ടാവും. ചില അനിയന ചേട്ടനൊക്കെ കാണും, ഇവര് പോയി ബിസിനസ് ഒക്കെ ചെയ്യും. ബിസിനസ് ചെയ്ത് പൈസ കടമായി ജയിലിൽ പോകുന്ന ബാക്കിയുള്ള കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്ത് ഇറക്കാതിരിക്കാൻ പറ്റുമോ? അനിയനായില്ലേ, ചേട്ടനായില്ലേ, മോനായില്ലേ, അല്ലെ പെങ്ങളെ കണ്ടിട്ടാണോ? അളിയനായി, പെങ്ങള് കരയും, ഇത് കാണേണ്ടി വരും. ആത്മഹത്യ ചെയ്താലോ? പോകപ്പെട്ടോ കഷ്ടപ്പെട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നു, ഇല്ല കുറുമ്പ് കൂട്ടി വെക്കുന്നു, ആഹാരം പോലും കഴിക്കാതെ പട്ടിണി കൂട്ടി വെച്ചിരിക്കുന്ന 10, 30, 40 ലക്ഷം രൂപ ഒരു വീട് വാങ്ങിക്കാൻ വെച്ചിരുന്നത്. അല്ലെ ആ ഉള്ള വീട് വിറ്റിട്ട് ആ പൈസ എടുത്ത് കൊടുത്തിട്ട് പണയം വെച്ചിട്ട് എടുത്ത് കൊടുത്തിട്ട് ലോൺ ഇയാൾ പിന്നെ അടച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പോസിറ്റീവ് ആവുന്ന ഗുണങ്ങളായിരിക്കും. പലർക്കും നോ പറയാൻ പറ്റാത്തത് പോസിറ്റീവ് ആവുന്നുണ്ട്. ഈ ഓവർ പോസിറ്റിവിറ്റിയുടെ പ്രമോഷൻ ഭയങ്കര അപകടമാണെന്ന് എൻ്റെ അഭിപ്രായം. നമുക്ക് പല പ്രശ്നങ്ങൾ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വലിയ കൊടി മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ജാങ്കോ ഞാൻ പെട്ട് മൊത്തം നീ അറിയാൻ പറ്റത്തില്ല. അത്രയും കടൽ പ്രശ്നങ്ങളുമായി ഈ ബിസിനസ്സുകാർ പല ആളുകളും വലിയ കുഴി ഞാൻ അറിയാം. ബിസിനസ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും നടക്കത്തില്ല. പിന്നെ ബി പോസിറ്റീവ്, പ്രതീക്ഷ അതുകൂടെ കുറച്ച് കടമ്പുറ വാങ്ങിച്ച് കുറയ്ക്കുക. ചിലപ്പോൾ അതുകൂടെ റെഡിയായാലോ, അങ്ങനെ കുറച്ചുകൂടെ പൈസ മുടക്കും. ഇവൻ ആദ്യം പേര് നിർത്തിയിരുന്നെങ്കിൽ ഇത്രയും കടം നിർത്തില്ല. ഒട്ടുമിക്ക ബിസിനസ്സിലും കടം വരുന്ന ബുദ്ധിമുട്ടി ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇത്രയും വലിയ കടം പോസിറ്റീവായിട്ട് ഹൈലി പോസിറ്റീവായിട്ട് ആരോടായിരുന്നു പറയണ്ടത്? ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞു പോസിറ്റീവ് ആവും. പക്ഷെ ഹൈ പോസിറ്റീവ് പ്രൊമോഷൻ ആവുമ്പോഴോ അപ്പൊ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ കള്ളമാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ചിന്തകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണോ ചിന്തിക്കാതെ വണ്ടി ഓടിക്കണോ നല്ലത്? ആണോ? എല്ലാത്തിനും കയറി കൊടുത്തില്ലേ? എന്താ ഇപ്പൊ ചിന്തിച്ചോണ്ട് ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവയർനെസ് ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രെയിൻ 5 സെൻസിൽ നിന്ന് വരുന്ന ഡേറ്റ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ എഫിഷ്യൻ്റ് ആയിട്ട്. സൈക്കോളജിയിൽ ഇത് പറയത്തില്ല, ഈ എന്തുവാ അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറയും. 5 സെൻസിൽ കൂടെ വരുന്ന ഡേറ്റകളെ കൃത്യമായി പ്രോസസ് ചെയ്യാൻ, ബോധത്തിൽ പ്രോസസ് ചെയ്യാൻ കഴിയും. അത് ചിന്തിക്കുമ്പോഴാണ് കിട്ടുന്നത്, ചിന്തിക്കാതിരിക്കുമ്പോഴാണ്. നമ്മളായിട്ട് ചിന്തിച്ച അപകടം. വേണ്ട ചിന്ത ശരീരം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുമോ? തോട്ട് പ്രോസസ് ഷുഡ് ബി ആൻ അസിസ്റ്റന്റ് ഓഫ് യുവർ കോൺഷ്യസ്നസ്. ബോധത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ചിന്തകൾ വർക്ക് ചെയ്യുമ്പോഴാണ് പ്രൊട്ടക്റ്റീവാണ്. ചിന്തകളുടെ അസിസ്റ്റന്റ് ആയിട്ട് ബോധം വർക്ക് ചെയ്യുമ്പോൾ അറ്റവും ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ്. മറ്റേത് ന്യൂക്ലിയർ റിയാക്ടറായിരുന്നു, ലൈറ്റ് കത്തിക്കുന്നത്, പ്രൊഡക്റ്റീവ്, ക്രിയേറ്റീവ്. കോൺഷ്യസ്നസ് ആണ് 0, ശിവൻ. ശക്തി -100 +100. ശിവന്റെ മുകളിൽ ശക്തി നിൽക്കുകയോ ചെയ്യുമ്പോൾ
അതുകൊണ്ടാണ് ഭദ്രകാളി സങ്കല്പമൊക്കെ ശിവന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. കോൺഷ്യസ്നസ് മനസ്സിൽ തിരിച്ചു വന്നതാണ് ബോധത്തോടുകൂടി ബുദ്ധിയോടുകൂടി ഒരാളെ ഇങ്ങനെ പല തീവ്രവാദികൾ ചെയ്യുന്നതാ. തമോ ഗുണം കൂടുതലാണ്, അവയർനെസ് ഇല്ല, ബോധമില്ല, പക്ഷെ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചിട്ട് ആളുകളുടെ തല അറുത്ത് കളയും. അപ്പം ബോധപരമായ യർച്ച ആണ് വേദം. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് ചിന്ത എന്നുള്ളത് ടെമ്പററി ആയിട്ട് നെഗറ്റീവായിട്ടിരിക്കുന്ന ആളുകളോട് നമുക്കൊന്ന് പറയാൻ ഒരു പ്രാവശ്യം ഒന്ന് പറയാൻ പറ്റിയ ഒരു കാര്യം മാത്രമാണ്. അത് പോസിറ്റീവ് അല്ല, പലപ്പോഴും അത് നെഗറ്റീവാണ്. സെൻറ്ററിലാണ് കറക്റ്റ്, സീറോയിലാണ് സത്യം ഇരിക്കുന്നത്. നമ്മൾ റിയാലിറ്റിയിൽ എപ്പോഴും സീറോ ഇരിക്കണം. ചിന്തയില്ലാത്ത അവസ്ഥയിലാണ് സീറോ ഉണ്ടാകുന്നത്. ലെഫ്റ്റും റൈറ്റുമാണ് തോട്ട് പ്രോസസ് നിൽക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കറുപ്പ് വെളുപ്പ്, പാപം പുണ്യം, തെറ്റ് ശരി, നല്ലത് ചീത്ത, ഇങ്ങനെ രണ്ടിനകത്ത് നമ്മൾ കിടന്ന് ഇങ്ങനെ അടിക്കുക. രണ്ട് സൈഡിലും സെൻറ്ററിൽ ഇതൊന്നുമില്ല. സാഹചര്യം അനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഇരിക്കുന്നത് പ്രസന്റിലാണ്, സീറോയിലാണ്, സത്യത്തിലാണ്. സ്വാതന്ത്ര്യം മുഴുവൻ പോകുന്നത് ലെഫ്റ്റും റൈറ്റും പോകുമ്പോഴാണ്, രണ്ട് സൈഡിൽ എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പം നിങ്ങൾ സ്പിരിച്വൽ മാനാണെന്ന് വെച്ചാൽ ഞാൻ പറയുകയല്ല, എന്നാൽ മെറ്റീരിയലാണെന്ന് വെച്ചാൽ ഞാൻ പറയുകയല്ല. അത് എൻ്റെ ഭയങ്കര പീഡം തരും. നേരെ പറഞ്ഞ് ഞാൻ സ്പിരിച്വൽ മാനായി കഴിഞ്ഞാൽ എനിക്ക് മുണ്ടും മടക്കൂത്തി രണ്ട് തെറി പറയാൻ പറ്റും. എനിക്ക് റോഡിൽ ഒരാൾ വന്ന് നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ തിരിച്ച് തെറി പറയാൻ പറ്റും. പരസ്യമായി വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യുന്നത് സ്പിരിച്വൽ പേഴ്സൻ്റെ ലീലാവിലാസത്തിൽ ശമം ദമം പൂരമം തിരിച്ച ഇതൊക്കെ പാലിക്കുന്ന ശാന്തനായ ഒരാളല്ലേ സ്പിരിച്വൽ ആവും. ഇവനിങ്ങനെയാണോ അല്ല പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വരും. ഇപ്പോൾ അത് വന്നാലും കുഴപ്പമില്ല, കാരണം ഞാനൊന്നും പറയുന്നില്ല ആരാണ് സ്പിരിച്വൽ പേഴ്സൺ. എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട. ഞാൻ എന്നാൽ മെറ്റീരിയലാണ്. അത് കുറേ സ്പിരിച്വൽ ക്വാളിറ്റീസ് നമുക്കുണ്ട്. നമുക്കൊരു ഫോം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ലിമിറ്റഡ് ആയി. അതായത് വെള്ളത്തിനായിരുന്നു ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫോമുകൾ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഈ ഫോമിലൂടെ ലെഫ്റ്റിലിരിക്കുമ്പോൾ റൈറ്റ് അത് പറയും. ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിലെ കാര്യം, വീട്ടിലിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യം എടുക്കും. എന്നാൽ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ കാര്യം, ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിലെ കാര്യം അത് പ്രത്യേകമാണ് അല്ലേ? ഇപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനം ഞാൻ സന്യാസിയാവും. അത് കഴിഞ്ഞിട്ട് നല്ല പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അസൂയ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യണം ഒരു അസൂയ. താന്ത്രിക് ഫാമിലിയിൽ നിന്ന് വന്നിരിക്കുന്നതാണല്ലോ. മാഷിന്റെ പരിചയത്തിൽ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരുപാട് തന്ത്ര പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്തിട്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. റിയാലിറ്റീസ് ഇതുപോലെ ഫാമിലി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരുണ്ടാവും അല്ലേ? ഇതുപോലെ തന്നെ തോട്ട്സിന്റെ ക്ലാരിറ്റി വരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടും ശരിയാവാതെ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുന്നവർ അല്ലേ? പ്രാക്ടീസ് ഇതുപോലെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റായിട്ടൊന്നുമില്ലല്ലോ, ഇല്ലേ? അപ്പം ശരിക്കും തോട്ടിൽ ക്ലാരിറ്റിക്ക് പ്രാധാന്യം വരുന്നല്ല. അത് ഞാൻ പറയുന്നതിൻ്റെ കുറച്ച് ഹയർ ലെവലിലുള്ള കാര്യം. ആദ്യത്തെ ലെവലിലുള്ള ഒരാളോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് കുറേ പോസിറ്റീവ് തോട്ട്സ് ആവശ്യമാണ്. തോട്ടിൽ ക്ലാരിറ്റി നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്കൊന്നും പണി കാണത്തില്ല. അപ്പോൾ ആളുകൾക്ക് അവിടെ കുറച്ച് തോട്ടിൽ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതാണ് പ്രൊഡക്റ്റീവ്, മറ്റേത് അൺപ്രൊഡക്റ്റീവാണ് എന്നൊക്കെ ആ ചിന്ത, അങ്ങനെയുള്ള ചിന്ത പാറ്റേണില്ല ബുദ്ധിശൂന്യത ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇതെല്ലാം വേണ്ടതല്ല പറയും. ഞാൻ ഇന്ന് ഈ ഒരു കീക്കോർ റിയാലിറ്റിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് എക്സ്ട്രീമാണ്, രണ്ട് തലങ്ങളാണ്. അതുകൊണ്ട് ഈ മറ്റേ തലത്തിലോട്ട് ഇത് കൊണ്ടുവന്നാൽ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ട് തോന്നുന്നു. ചിലപ്പോൾ ചിന്ത ഒന്നും വേണ്ട എന്ന് പറയുന്നതായിട്ട് തോന്നുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് റിയാലിറ്റിയാണ്. ഇപ്പം നമ്മൾ പറയത്തില്ലേ, കൊച്ചിലെ സൂര്യൻ നേരെ കുടിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു. കൊച്ചിനോട് അങ്ങനെ പറയുന്നത്. പിടിച്ചു 1ാം ക്ലാസ് പഠിച്ചു. 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് ആകുമ്പോൾ പറയും സൂര്യൻ അസ്തമിക്കുന്നു അസ്തമിക്കുന്നൊന്നുമില്ല. അതിന് സാങ്കല്പിക അച്ഛൻ്റെ ഭൂമി നടക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്ന പോലെ തോന്നുന്നതാണെന്ന് പറയും. ഈ 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി നമ്മൾ ഈ സാങ്കല്പിക അച്ഛതണ്ടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറയുന്നത്. ഈ പലപ്പോഴും ബേസ് ലെവൽ നോളജ് എന്ന് പറയുന്നത് ഹയർ ലെവൽ നോളജിന് ഓപ്പോസിറ്റാണ്. പക്ഷെ ആ ബേസ് ലെവൽ നോളജ് വേണം. ഇപ്പം എക്സാമ്പിൾ
നമ്മൾ ഒരു റിയാലിറ്റിയുടെ റിയാലിറ്റിയുടെ ഒരു ആഴത്തിലേക്കൊക്കെ വരുമ്പോൾ ഡ്രസ്സിന് ഒരു പ്രാധാന്യമില്ല. കാരണം ഇത് മനസ്സിൻ്റെ ഒരു രോഗമാണ് ഡ്രസ്സ്. പ്രപഞ്ചത്തിൽ ഈശ്വരൻ സൃഷ്ടിക്കുന്നത് ആരും ഡ്രസ്സില്ലാതെ. പ്രപഞ്ച സത്യമാണ്. മനുഷ്യൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രസ്സ് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് തണുപ്പത്ത് പുതയ്ക്കാനും ഒക്കെ അതൊക്കെ വേണം, വേണമെന്നല്ല പറഞ്ഞു. ആ രീതിയിലല്ല. അതിപ്പം ചിലപ്പോൾ ഒരു പട്ടിയൊക്കെ നല്ല ചൂടുള്ള വെള്ളത്തിൽ കയറിയിരിക്കും തണുപ്പുള്ള, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ഈ മാനസിക രോഗമായിട്ടുള്ള ഡ്രസ്സിങ് സിസ്റ്റം എന്ന് പറയുന്നത് മാനസിക രോഗം. ഇത് യാതൊരു തത്വമില്ല. ഈശ്വരൻ എന്നെ എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ പ്യുവറായിട്ട് ജീവിക്കുന്നിടത്താണ് ശരിക്കും ബോധമുള്ള അവസ്ഥ. അഘോരികളൊക്കെ അങ്ങനെ നടക്കുന്നത്, അവധൂതന്മാർ. എന്നെ എങ്ങനെ സൃഷ്ടിച്ചോ ദൈവം അങ്ങനെ ഞാൻ ജീവിക്കും. 100% ഈശ്വരനോട് ചേർന്ന് നിൽക്കും. തെറ്റു പറയാൻ പറ്റില്ല. അതാണ് പ്യൂരിറ്റിന് അവർ പറഞ്ഞത്. ശരിയാണ്. പട്ടിയും പൂച്ചയൊക്കെ എങ്ങനെ, അത് പട്ടി ഒരു കൂളിംഗ് ഗ്ലാസും ഷർട്ടും ആലും ഒക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യേ തോന്നും. ഇതുപോലെ ആയി മൃഗങ്ങളെല്ലാം നമ്മളൊന്ന് പരിഹസിക്കല്ലേ? നമ്മളിത് അറിയുന്നുണ്ട് ഇല്ല. പക്ഷെ എന്ത് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി, അപ്പൊ നിങ്ങൾ പോയിട്ടും ഇത് വിദേശിയല്ലേ, ഇത് ഞാൻ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞെല്ലാം ഞാൻ ഊരില്ല സിനിമയിലൊക്കെ ഇതെല്ലാം ഊരി കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്റെ മോക്ക് നാളെ പെണ്ണ് കിട്ടുമോ, അല്ല ചെറുക്കനെ കിട്ടുമോ? എന്തെല്ലാം പ്രശ്നം. എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് ഇല്ലാതെ വന്നാല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകത്തില്ല. ആൾക്കാർ കല്ലെറിയത്തില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ബേസ് ലെവലിലുള്ള നോളജിൽ നിൽക്കുമ്പോൾ ആ ലെവലിൽ നിന്നില്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നും. പക്ഷെ അതാണ് ട്രൂത്ത്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഡ്രസ് ഇല്ലാതെ നിൽക്കുന്ന ആ ലെവലിലുള്ള കാര്യം പറയുന്നത്. പക്ഷെ അത് പുതിയ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇല്ലെങ്കിൽ കോൺട്രാക്ടറെ ആയിട്ട് തോന്നും. നേരത്തെ സൂചിപ്പിച്ച എനർജിയുടെ കാര്യം വെച്ചിട്ട് ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്. കുട്ടികൾ മുഴുവൻ അതിനകത്താണ്. അപ്പോൾ അവരുടെ എനർജി ഡിസ്റ്റോഷനാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പ്രകൃതിയുമായി കൂടുതൽ ഇടപഴകുമ്പോൾ എനർജി അബ്സോർപ്ഷനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് നഴ്സറിയിൽ വരുമ്പോൾ ഏത് രീതിയിലാണ് അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? നമ്മൾ ഇതിനൊക്കെ കൂടുതൽ പ്രകൃതിയുമായിട്ട് ചേർന്ന് എപ്പോഴും അവരവർക്ക് തോന്നിയാൽ മാത്രമേ ബോധപരമായ മാറ്റം ഉണ്ടായെങ്കിൽ ആൾക്കാർ വലിയവർക്കാർ കള്ളുകൂടി ഒരു നെഗറ്റീവ് ആണെന്ന് എപ്പോൾ അയാൾക്ക് ബോധം വരും, അപ്പോൾ മാത്രമേ അയാൾക്ക് കണ്ടുപിടിക്കും. ബാക്കിയുള്ളവർക്ക് പറയുന്നത് എങ്ങനെ ദേഷ്യം കൂടത്തുള്ളൂ, വാശി കൂടത്തുള്ളൂ. അപ്പം ബോധപരമായ ഉയർച്ച കൊണ്ട് മാത്രമേ നമ്മുടെ ബ്രെയിൻ ന്യൂറോ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലര് ബോധം വന്നു എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അതെ. കുട്ടികളെ കൂടുതൽ പ്രകൃതി അങ്ങോട്ട് വിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മളല്ല ബോധം കൂടണമെങ്കിൽ സെൻസറി എക്സ്പീരിയൻസ് വേണം. ഞാൻ പറഞ്ഞു സെൻസറി എക്സ്പീരിയൻസിലൂടെ ആ ബോധം അവയർനെസ് ആക്റ്റീവ് ആവുന്ന ഞാൻ പറഞ്ഞു. അമ്പലങ്ങളിലേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യം അതാണ്. നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറുമ്പോൾ നമ്മൾ സോപാന സംഗീതം, പ്രസാദം, തീർത്ഥം തളിക്കുക, തീർത്ഥം കുടിക്കുക അല്ലേ? അപ്പൊ എല്ലാ ശരിക്കും ഇത് നമ്മള് ബെറ്റി എറിക്സൺ ഹിപ്നോസിസ് എന്ന് പറഞ്ഞിട്ട് എറിക്സേനിയൻ ഹിപ്നോസിസ് ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ സൈക്കോളജിയിൽ. അപ്പൊ 5 സെൻസസിലും അതിന് മേലെ ഒരു 7 കാര്യങ്ങളിലേക്കും സെൻസസിൽ എൻഗേജ് ചെയ്യുമ്പോൾ ലോജിക്കൽ ബ്രെയിൻ കട്ട് ആവുകയും നമ്മൾ അവയർനെസ്സിലേക്ക് വരികയും ചെയ്യുന്ന ടെക്നിക്കാണ്. അതിന് ആഴത്തിലുള്ള സംഭവമാണ്. അപ്പം ശരിക്കും ഈ ഇമോഷനും കഥകളും ഒക്കെ വേണം. അപ്പം കുട്ടികളെ ഞാൻ പറഞ്ഞു തരുന്നത് കുട്ടികളെ 5 സെൻസിലൂടെ കളിക്കാം. ഇപ്പം ജെനുവിനായിട്ട് ഒരു കുറേ പിള്ളേരുടെ കൂടെ കളിക്കുന്നതും അവനൊരു ഗെയിം കാണുന്നതും തമ്മിൽ കളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജെനുവിനായിട്ടുള്ള ഈ 5 കുട്ടികളുടെ 5 സെൻസിൽ നിന്നുള്ള ലേണിംഗ് ആണ് കിട്ടുന്നത്. അപ്പോൾ എനർജി കിട്ടും. പക്ഷെ മറ്റിടത്ത് അവൻ്റെ എനർജി ട്രെയിൻ ചെയ്യാനുള്ള അവനെ ബോധ്യപ്പെടുത്തണം. ഇപ്പം എന്താണെന്നറിയാമോ, ഈ എനർജി ലെവലിൽ എത്തുമ്പോൾ മനസ്സിലായി നെഗറ്റീവിൽ നിൽക്കുന്ന ആളിന് നെഗറ്റീവ് അല്ല പോസിറ്റീവ്. ആണോ? ശരിയാണോ? നെഗറ്റീവിൽ നിൽക്കുന്ന ആളിന് നെഗറ്റീവ് അല്ല പോസിറ്റീവ്. മനസ്സിലായി? സിമ്പിളായിട്ട് പറയാം. നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് പോസിറ്റീവ് ആയ അല്ല. ഇപ്പം
കള്ള് കുടിക്കുന്ന ഒരാൾ വൈകിട്ട് കുപ്പിയായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവന് ഈവായിട്ട് വരാം, മാലാനായിട്ട്. ഇനി ശകലം പോലും കുടിക്കരുത്, കുടിച്ചാൽ നിന്റെ ലിവർ മൊത്തം പോയി മരിച്ചു പോകുമെന്ന് പറയുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഇവനെ ഉപദേശിക്കുന്ന സുഹൃത്ത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവും, അയാളുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവാണ്. ഈ കളർ അല്ലെങ്കിൽ ഈ കളർ അല്ലെങ്കിൽ കുപ്പിയായിട്ട് വരുന്ന ആളാണ്. കുപ്പിയായിട്ട് വരുന്ന ആളാരാണ്? ഇയാളെ സംബന്ധിച്ച് അയാളുടെ ഫിസിക്കൽ വേൾഡിനെ സംബന്ധിച്ച് അത് നെഗറ്റീവും, അയാളുടെ മൈൻഡിനെ സംബന്ധിച്ച് പോസിറ്റീവ്. എന്ന് പറയുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി അത് ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഗെയിം, മെന്റലി അവന് കള്ളു പിടിക്കുന്നത് ഒപ്പം പവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ അവയർനെസ് കൊണ്ടാണ് നമ്മൾ അതിനെ അനുഭവിക്കുന്നത്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ ഒരു അമ്മയെ കണ്ട അമ്മയാണ്, പെങ്ങളെ കണ്ട പെങ്ങളാണ്, കുട്ടിയെ കണ്ട കുട്ടിയാണ് തിരിച്ചറിയാൻ ഉപയോഗമുണ്ട്. പൂച്ചയ്ക്ക് പട്ടിക്ക് അതില്ല. പൂച്ച അമ്മ പൂച്ച ആൺകുട്ടികളായി ജനിക്കുന്ന കുട്ടികളുമായിട്ട് ശാരീരിക ബന്ധം ഏർപ്പെടും. മനുഷ്യനങ്ങനെ മനുഷ്യനുണ്ട്, മനുഷ്യന് അവയർനെസ് ഉണ്ട്. അതെന്താ? അവൻ്റെ ഉള്ളിലും സെക്ഷുവൽ കെമിക്കൽസ് ഒക്കെ ഡോപാമിനൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവൻ്റെ അവയർനെസ് ആ ബോധത്തിൽ കൂടിയിരിക്കും. എന്നാൽ ഈ അവയർനെസ് പോകുന്ന സമയത്ത് മദ്യം കുടിക്കുമ്പോഴോ അല്ലെ അവയർനെസ് പോകുന്ന സമയത്ത് മനുഷ്യൻ പെൺമക്കളെ ഉപദ്രവിക്കുന്നതില്ലേ? ഇല്ലേ? അപ്പൊ ആ അവയർനെസ് അതിൽ കുറഞ്ഞിരിക്കും. മദ്യം കുടിക്കാതെ തന്നെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം അവരുടെ അവയർനെസ് ബ്രെയിൻ കെമിക്കൽസിനേക്കാൾ താങ്ങുകയും അവയർനെസ് നമുക്ക് ഉയർന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബ്രെയിൻ കെമിക്കൽസിനെ മരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് അവയർനെസ് കുറവുള്ളപ്പോൾ. മരുന്ന് കൊടുത്ത് അവനെ ശകലം നോർമലാക്കിയതിനു ശേഷം അവനെ കൗൺസിലിംഗ് കൊടുത്തു, മെഡിറ്റേഷൻ കൊടുത്തു, ആർക്കിടേക്ക് മാറ്റി അവൻ്റെ അവയർനെസ് ലെവലിൽ അവൻ്റെ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഉയർന്ന ലെവലിലേക്ക് അവൻ്റെ ബോധ നിലവാരത്തെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ കെമിക്കൽസ് അവൻ്റെ ഉള്ളിൽ ഒരു ചലനം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇന്നും വരുന്ന വഴിക്ക് ഒരു പഴംപൊരി, മഞ്ഞ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കടയുണ്ട്. നിങ്ങൾക്കൊരു ഭയങ്കര വീക്ക്നെസ് ഉണ്ട്. നിങ്ങൾ അതില്ലാതെ നമുക്ക് പറ്റത്തില്ല. അത്രയാണ് ജീവിതത്തിൻ്റെ ഫലമായി അത്ര രുചിയാണെന്നൊക്കെ. ഒരു ദിവസം വരുന്ന വഴിക്ക് ആ കടയിൽ എത്തുന്നതിന് മുമ്പ് ഹൈവേയിലാണ് നിങ്ങൾ ഒരു ഫോൺ വന്നു. നിങ്ങൾ ആ ഫോൺ വണ്ടി മാറ്റി നിർത്തിയിട്ട് നിങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ദൂരെ. ഈ മനുഷ്യൻ ചുറ്റും നോക്കിയിട്ട് നേരെ നമ്മളെ കാണുന്നില്ല, നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ പെയിന്റ് കടയിൽ പോയി മഞ്ഞ പെയിന്റ് വാങ്ങിച്ചതിനകത്ത് ഒഴിക്കുന്ന കണ്ടാൽ. ഒരു ദിവസം വാട്സപ്പിൽ അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടു കാണും. പക്ഷെ അങ്ങനെ ആ പെയിന്റ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അയാൾ പതിവ് പോലെ നിഷ്കളങ്കമായിട്ട് നമ്മളോട് പറയും, അറിയാ കഴിക്കുന്നില്ല, ഞാൻ പഴംപൊരി എടുക്കട്ടെ. വേണ്ട അതിനകത്ത് അടിപൊളി നല്ല പണം രുചിയൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കണ്ടു നമ്മൾ കഴിക്കുമോ? കഴിക്കത്തില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഡോപാമിൻ സ്റ്റിമുലേഷൻ ഉണ്ട്, ആ കൊതിയുണ്ട്, അഡിക്ഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെന്താ കഴിക്കാൻ പറ്റാത്തത്? ജ്ഞാനമാണ് നമ്മളെ മോചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ജ്ഞാനം ബ്രഹ്മ എന്ന് പറയും. അറിവാണ് നമ്മളെ മോചിപ്പിക്കുന്നത്. നമ്മുടെ ബോധം ബ്രഹ്മജ്ഞാനം ബോധത്തെ ഉയർത്തി നമ്മളെ എല്ലാത്തിൽ നിന്നും ഫ്രീ കണ്ട്. ഒരാളെ കണ്ടാൽ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ ഫ്യൂച്ചർ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പ്രാണം ശരിയല്ല. നെഗറ്റീവ് ആർക്കിടെക്ട്സ് ഉണ്ട്. ഇതെല്ലാം ഒരാളെ കണ്ടാൽ തന്നെ ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഡേറ്റ കംപ്ലീറ്റ് ഇയാളുടെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ളതല്ല, ഏകദേശം നമുക്ക് തീരുമാനം എടുക്കത്തക്ക രീതിയിലുള്ള ഒരു നോളജ് നമുക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് നമ്മൾ അവെയറാണ്. അതൊരു ഫുഡായിട്ട് ഈ അവയർനെസ് സ്കില്ലാണ് മൃഗങ്ങൾ ഫുഡ് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. തോട്ട് പ്രോസസ് വർക്ക് ചെയ്തല്ല, നമ്മൾ ചിന്തിക്കാനായിട്ട് എങ്ങനെ വരുന്നത്. അപ്പൊ ഇത് കൊണ്ടുതരുന്ന നല്ല ദേവതകളാണ്. നല്ല ദേവത ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ടാക്കും. നല്ല ദേവതാണെന്ന് ഈ വൈബ്രേഷൻസിന്റെ ആർക്കിടൈപ്പ് നമ്മൾ പറഞ്ഞത്. നല്ല ആർക്കിടൈപ്സ് ഉണ്ടെങ്കിലും നല്ല നോളജ് കിട്ടും. അതുകൊണ്ടാണ് ഈ ആർക്കിടൈപ്പിന് വേണമെന്ന് നമ്മൾ പറയേണ്ട കാര്യം. ആവർത്തിച്ച് പറയുന്നത് തന്ത്രത്തില് ഈ ആർക്കിടൈപ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മൈൻഡിനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കുറേ നമ്മൾ ഒരാളെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ചിലപ്പോൾ നമുക്ക് ഒരു വാസന കൊടുത്താൽ സിമ്പിളായിട്ട് കയറി വരാം.
പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഇത്രയും കുട്ടികൾ വരുന്നത് ഇതൊന്നുമില്ലാതെ ആളിട്ടിട്ട് ഡിപ്രഷൻ അടിച്ച് മൊത്തം നെഗറ്റീവ് കെമിക്കലായിട്ട് ഇരിക്കുമ്പോൾ നമ്മളവനെ പറഞ്ഞ് പൊക്കി എടുക്കാൻ പറ്റുന്ന പാട്. ആദ്യം നമ്മൾ 2 മണിക്കൂർ കൗൺസിലിംഗ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതൊക്കെ ശരി. പക്ഷെ സെല്ലിൻ്റെ കാര്യം ഇങ്ങനെ സാറിന് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യും. പക്ഷെ ശരിയായതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കതൊന്നും ഇങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ പറഞ്ഞ് കൊണ്ടുവന്ന് നോക്കി അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ 3-4 ദിവസം കൊണ്ട് ഒരു ലെവലിൽ എത്തിക്കുന്ന അവസ്ഥ ഇയാൾക്കൊരു ഉൾക്കൊള്ളാൻ പറ്റും. ഈ പറയുന്ന സയൻസ് ഉൾക്കൊള്ളാൻ പറ്റും. ഈശ്വരനെ അവൻ്റേതായ മതത്തിൻ്റെ രീതിയിൽ ഈശ്വരന് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഉപാസിച്ച് കുറച്ച് ദിവസം നമ്മൾ ജയിപ്പിച്ച് അത് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അതിൽ വർക്ക് ചെയ്യും. ആ ഫ്രീക്വൻസി വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ വെസ്റ്റേൺ സൈക്കോളജിയിൽ പറയുന്ന പല കാര്യങ്ങളും സ്റ്റേറ്റ് എലിസിറ്റേഷൻ ചെയ്തിട്ട് വേണം ഒരാളെ കൗൺസിൽ ചെയ്യാൻ എന്ന് പറയും. അതായത് അയാൾ ഇരിക്കുന്ന ആ സ്റ്റേറ്റ് ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്തിട്ട് മാത്രമേ അയാളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇൻഫ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വർക്കാവില്ല. അപ്പൊ അതിന്റെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹെറിഡിറ്ററിയിലോ പാരമ്പര്യമൊക്കെ കൂടെ പറഞ്ഞു വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക, അതുപോലെ തന്നെ സെൻസസിനെ ആക്ടിവേറ്റ് ചെയ്യുക, അവയർനെസ് ലെവലിൽ വളരെയധികം രീതിയിൽ ഒരു ഫാമിലിയിൽ വരുമ്പോഴത്തേക്കും വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രം നിന്നിട്ട് വർക്ക് ചെയ്യുന്നവരെ കൂടുതൽ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ മാസ്റ്റർ കാര്യം ഒരുപാട് ഡിഫറെന്റ് ആണ്. മാസ്റ്റർ സൈക്കോളജിക്കലി ഇതിനെ ഒരു വളരെ സയന്റിഫിക്കലിയും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ തലത്തിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിലേക്ക് ലീഡ് ചെയ്യാനുള്ളത് കാരണം? എപ്പോഴെങ്കിലും ഇതൊന്നും ഇല്ല എന്നുള്ള തലത്തിലേക്ക് പോയിട്ടുണ്ടോ? തന്ത്രം അല്ലെങ്കിൽ ഒരു എനർജീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള തലത്തിൽ പോയി? നമ്മളെ ഇതിനകത്തിലേ നമുക്ക് ചെറുപ്പത്തിലെ നമുക്ക് ട്രൂത്തിനോടുള്ള ആഭിമുഖ്യമായിട്ടാണ്. ചെറുപ്പത്തിലെ നമ്മൾ സത്യം അറിയാമെങ്കിൽ സത്യത്തിനോടുള്ള ദൈവത്തി അത് പക്ഷേ ജന്മന ഉള്ള ഒരു ദിവസത്താണ്. എന്നുവെച്ചാൽ ട്രൂത്ത് ആരെന്ത് പറയുന്നു എന്ന് ട്രൂത്ത് എന്നുള്ള താല്പര്യം. അപ്പം അങ്ങനെ എന്നപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ ഈ സയൻസിൽ നമ്മൾ റിസർച്ച് ബയാസിൻ്റെ കാര്യം പറഞ്ഞില്ലേ പറയും. നമ്മൾ മുൻവിധികളില്ലാതെ അന്വേഷിക്കണം. അപ്പോൾ ഈ മുൻവിധികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ സത്യം അറിയാൻ പറ്റാത്തിരിക്കുന്നു. കുറേ അന്ധവിശ്വാസങ്ങൾ കുറേ കറക്റ്റായ കാര്യങ്ങൾ ചേർന്ന സ്പിരിച്വൽ അനുഭവങ്ങളിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കറക്റ്റ് നെല്ലും പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമുക്കിത് കറക്റ്റ് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ആൾക്കാരെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം സോ കോൾഡ് ഒരു ട്രൂത്ത് സീക്കിംഗ് ഒന്നുമല്ല. കാശി പോലുള്ള സ്ഥലങ്ങളിൽ പോവുക അങ്ങനത്തെ സംഭവമല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുന്നു. നമുക്ക് എനിക്ക് എത്ര അറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അറിയില്ല. അത് ഇന്നത്തെ ഒരാളാണ്. അപ്പോൾ അങ്ങോട്ട് പോകും. അയാളെ വെച്ചിരുന്ന് വലിയ കാര്യമായിട്ടൊക്കെ സംസാരിച്ച് വലിയ കാര്യമായിട്ടൊക്കെ പുറത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളിക്കാരന് അത്ര വലിയ അറിയില്ല. കുറേ അറിയാൻ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി പറയും എനിക്കിതീ പുള്ളി അറിയണമെങ്കിൽ അത് പാലക്കാട് പോകും. അങ്ങനെ സെർച്ച് ചെയ്താണ് ഈ പറയുന്ന ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പല റിലീജിയനുള്ള ആൾക്കാരെ സഹകരിച്ചു. ഓഷോയുടെ ആശ്രമത്തിലുണ്ടായിരുന്നു പൂനെയിൽ. അങ്ങനെ പല ഇതൊക്കെ വിട്ടിട്ട് മറ്റുള്ള റിലീജിയനായിട്ടുള്ള കാര്യങ്ങൾ സൂഫിസവുമായി ബന്ധപ്പെട്ട് സെൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആൾക്കാരുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ റിയൽ ആയിട്ടുള്ള ചില ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട്. ഇവരെ കാണിച്ചത് അങ്ങനെയൊക്കെ ചില റിയൽ ആയിട്ടുള്ള ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടി. ഇത് കറക്റ്റ് ഇതൊക്കെ സംഭവം ഇതൊക്കെ ഇന്നെങ്ങാണ് മനസ്സിലാക്കും. അതിന് മുമ്പ് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, പൂജ കഴിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ട്രഡീഷണൽ ഒരു മൈൻഡ് സെറ്റിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും കാര്യമുണ്ടോ നടന്നുകൊണ്ടല്ലേ ചെയ്യും. ഒരു പണ്ടൊരു വീട്ടിലൊരു സന്യാസിയുടെ വീട്ടിലൊരു പൂജ ഉണ്ടായിരുന്നു. ആ പൂജ ശ്രാദ്ധം കൊടുക്കുന്ന സമയത്ത്, ബലി കൊടുക്കുന്ന സമയത്ത് ഈ ഹവിസ്, അതായത് ചോറ് വെച്ചേക്കുന്ന ഹവിസ് ഉരുട്ടി വെക്കാൻ പറ്റുന്ന ചോറ് ഈ പൂച്ച വന്നിരിക്കും. ആ പൂച്ച അവിടെ മരത്തെ കെട്ടിയിട്ട് ഒരു തൂണെ കെട്ടിയിട്ടിട്ടാണ് ശ്രാദ്ധം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ സ്വാമി മരിച്ചു. അപ്പോൾ സ്വാമി മരിച്ചു പോയിട്ട് ഒരു ദിവസം ഈ പൂച്ച ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. ഒരു ദിവസം സ്വാമി മരിച്ചു പോയി, ഒരു ദിവസം പൂച്ച മരിച്ചു പോയി. അപ്പോൾ ഈ ശ്രാദ്ധം മുടങ്ങി. ഇല്ല പൂച്ചയില്ലാതെ ശ്രാദ്ധം
അപ്പോൾ അവർ വേറെ എങ്ങാണ്ടൊന്നും കഷ്ടപ്പെട്ട് പൂച്ചയെ കൊണ്ടിട്ട് നിർത്താൻ തൂണെ കെട്ടിയിട്ട് ശ്രാദ്ധം നടക്കും. അത് ഈ ശ്രാദ്ധം നടക്കുന്ന പൂച്ച കെട്ടിയിട്ട് ശ്രാദ്ധം നടത്തുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് സ്വാഗതം വന്നില്ലേ? അതിപരിചയാവജ്ഞ സംസ്കൃതത്തിൽ അതിപരിചയാവജ്ഞ. അമ്പലത്തിൽ വെളിയിൽ നിന്ന് തൊഴുന്ന ആൾക്ക് ഭയങ്കര ഭക്തിയാണ്. പക്ഷെ പൂജയ്ക്ക് എത്ര വലിയ ഭക്തി ആവത്തില്ല. കാരണം അതിപരിചയാവജ്ഞ ഉണ്ടാകും എപ്പോഴും പ്രചരിക്കാറ്. പുറത്തു നോക്കുന്നവർക്ക് ഭയങ്കര സംഭവമാണ്. അകത്തേക്ക് ഇപ്പം മോഹൻലാൽ ലാലേട്ടൻ ഭയങ്കര സംഭവമാണ്. 4 ദിവസം നമ്മളോട് സഹകരിച്ചാൽ എന്ത് എഴുതി തോന്നും അല്ലേ? പിന്നെ പറഞ്ഞാൽ നമ്മൾ അപ്പം നമ്മൾ ഇതല്ലാതെ എന്തോ ഉണ്ട് ഇതിനപ്പുറം. പക്ഷെ അതറിയാൻ വയ്യ. അപ്പം അന്വേഷിച്ച് യുക്തിവാദപരമായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായ കോമൺ അന്നേ നമ്മളൊരു കാര്യം തീരുമാനമുണ്ട്. ഇതിൻ്റെ ഈ പ്രാക്ടിക്കൽ കാര്യങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയാണ്. പക്ഷെ എന്തോ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളൊക്കെ 5000 കൊല്ലമായിട്ട് അമ്പലം നിൽക്കുന്നത്. ഇതറിയത്തില്ല. ഈ ഇന്റർ കണക്ഷൻ, ഈ ലിങ്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അന്നേ തീരുമാനമെടുത്തു. ഇത് എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ കിട്ടിയാൽ നമുക്കിത് സിമ്പിളായിട്ട് ഇത് ആളുകൾക്ക് മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് സമാധിയായിട്ട് അല്ലെങ്കിൽ ലോകത്തോട് പോകാനുള്ള ഒരു തീരുമാനം അന്നേ എടുത്തിട്ടില്ല. ഇതിന് ബുദ്ധിമുട്ട് നമ്മൾ ഈ ഇന്ത്യ മുന്നിൽ നടന്നിട്ട് ഇതിലൊരു ചെറിയ സാധനം കണക്ട് ചെയ്തിട്ടാണ് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ തോന്നുന്നതായിരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ നമുക്കിത് ബോധ്യപ്പെട്ടാൽ അത് നമ്മൾ കമൻമെൻറ്റ് പോലെ നമ്മളന്ന് വെച്ചു എല്ലായിടത്തിലും എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വെച്ചാൽ നമുക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലക്ഷ്യം അത് കിട്ടിയ കൊടുക്കുമെന്നുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യം വെച്ചപ്പോൾ ഫാസ്റ്റായിട്ട് അതിലോട്ട് വരുന്നതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു വാക്ക് നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ആളുകൾക്ക് കൈയൊക്കെ നിർത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീടാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതെല്ലാം വെച്ച് കിട്ടി പഠിത്തമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ സെർച്ചും കാര്യങ്ങളായിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ആളുകൾക്ക് സിമ്പിളായിട്ട് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എഫക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങൾ പഠിക്കണം, പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന. അതും കൂടെ വന്നാൽ ഇതിൻ്റെ ചില ഇന്റർ ലിങ്ക്സ് പൂർത്തിയാകാതെ കിടക്കുന്ന ചില ലിങ്ക്സ് നമുക്ക് കണക്ട് ചെയ്യാൻ സൈക്കോളജി കൂടെ പറ്റുന്ന മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ പോയി PG എടുക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം ശരിക്കും ഇത് നമ്മൾ നമ്മുടെ നിയമം നമ്മുടെ രീതിയിൽ എത്തിപ്പെട്ടായിട്ടാണ്. നമ്മുടെ മിടുക്കൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ മിടുക്ക് വെച്ചല്ല നമുക്ക് ട്രൂത്തിനോടുള്ള പ്രതിപത്തി ഉണ്ടായത്. നമുക്ക് പിന്നീടൊക്കെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. സത്യത്തോടുള്ള പ്രതിപത്തി ഒരു അന്വേഷണാത്മകതയല്ല ഇത് എല്ലാവരും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ സയന്റിസ്റ്റുകളെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. പിന്നെ പൂർവ്വജന്മാർജനമായിട്ട് വിളിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ വീട്ടിൽ 3-4 സഹോദരങ്ങളുണ്ട്. അവരുടെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഹൈ വോൾട്ടേജിലുണ്ട്. അച്ഛനും അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അച്ഛൻ പറയും തമാശയ്ക്ക് പോലും കള്ളം പറയാം, കോമഡി ആയിട്ട് പോലും കള്ളം പറയുന്നത് സ്ട്രിക്റ്റാണ്. ഭയങ്കര ദേഷ്യം. ബാക്കി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളിങ്ങനെ തെറ്റ് ചെയ്താലും പറഞ്ഞാൽ കുഴപ്പമില്ല, ഇനിയൊരു അർത്ഥം പറ്റി. പക്ഷെ നമ്മൾ കള്ളം പറഞ്ഞാൽ അത് ഭയങ്കര ശിക്ഷ. അപ്പം അതിനത്രയും ഒരു ചെറുപ്പത്തിലെ ഒരു ഇതുകൊണ്ടായിരുന്നു. അതും പ്രധാന കാര്യം, അതും പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ ആളുടെ ജന്മന. പക്ഷെ കുഞ്ഞുനാളിൽ എനിക്ക് ഇതൊക്കെ തൂത്തറിയണമെന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ വഴക്ക് പറയുന്നതിന് മുമ്പേ ഉള്ള സാധനം. അപ്പം ഇതെല്ലാം അപ്പം എനിക്ക് തോന്നുന്നത് അതിന് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് ജനിക്കുകയാണ്. ജന്മാർദ്ദിതമായിട്ട് അതിന് പറ്റുന്ന അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാം 2 കൈ അടിക്കുമ്പോൾ ശബ്ദമുണ്ടാകും. അപ്പോൾ പ്രപഞ്ചം നേച്ചർ ആൻഡ് നേച്ചർ ഡിബേറ്റ് എന്നൊരു സാധനമില്ല സൈക്കോളജി. ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ നേച്ചറാണോ ഇടപെടുന്നത് അതും നർച്ചറിങ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും കിടക്കുക. ജന്മനാ ഉള്ള ഇതാണ് അയാളുടെ പേഴ്സണാലിറ്റി നമ്മൾ ചെയ്യിച്ച് അത് പ്രപഞ്ചം കൊണ്ടുവരുന്നതാണ് പറയാൻ പറ്റില്ല. കാരണം രണ്ടും കൂടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ഹാഫ് ജേർണി പൂർത്തിയാക്കുന്നതാണ് തോന്നുന്നു. പരമ്പരാഗത താന്ത്രിക കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് ഈ സൈക്കോളജി പഠിക്കാൻ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണലാണ്, അവർ പഴയതാണെന്നുള്ള തെറ്റിദ്ധാരണ. അങ്ങനെയല്ല.
അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും മനസ്സിലാക്കുന്ന സംഗതി ഏറ്റവും കൂടുതൽ വലിയ ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രാഹ്മിൻസ് തന്നെ അവരെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം GT പട്ടത്തിൽ പറയാം, അല്ല EMS നമ്പൂരി പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ ബ്രാഹ്മിൻസ് തന്നെയാണ് അവർ ഉദ്ധരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മാറ്റിയിട്ടു. ഞങ്ങളുടേതായ രീതിയിൽ ഇപ്പോൾ മോഡേൺ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പണ്ടൊന്നും വീട്ടിലങ്ങനെ ആൾക്കാരെ കയറത്തില്ല, അങ്ങനെ സാധനങ്ങൾ മാറ്റി ഇപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ മോഡേൺ കാര്യങ്ങൾ നമ്മൾ വീട്ടുകാർ സപ്പോർട്ടാണ്, പക്ഷെ ഒരു അന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ടില്ലാന്ന് വരും. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം വലിയ ടോപ്പിലുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ടാണ്. വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ പോലെ പല ഒരുപാട് മേഖലകളുണ്ട്. പിന്നെ എണ്ണം പൊതുവെ നല്ലത്. അപ്പോൾ അതിൻ്റെതായ കാലത്തിന് വ്യക്തമാണ്. അങ്ങനെയൊന്നുമില്ല സപ്പോർട്ട് ഇതുകൊണ്ടല്ല, ഇതിനായിട്ട് ഒരു കോൺഫ്ലിക്ട് വരുന്ന ഏരിയ ഉണ്ടോ എന്നുള്ളതാണ്. ചില മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഒന്നും മുഴുവനായിട്ട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുമോ? അതുണ്ട്. കാരണം നമ്മൾ ഈ സ്പിരിച്വലായിട്ട് പോകുന്ന ആൾക്കാർ ഒട്ടുമിക്ക ആളുകൾ മോഡേൺ സംഭവങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അത് സാധാരണ വളരെ കറക്റ്റാണ്. കാരണം അത് നമ്മുടെ ഫാമിലി തന്നെ ഈ താന്ത്രികമായി ഇത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കുറേ നമ്മൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് എപ്പോഴും അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത. അതിപ്പം ബ്രാഹ്മിൻസ് എന്നുള്ളത് സ്പിരിച്വലായിട്ട് പോകുന്ന എല്ലാവരും ഈ മോഡേൺ സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ സയൻസിന് കുറച്ചൊക്കെ ഒരു എളുപ്പം വരും. അത് മൈൻഡിന് എപ്പോഴും ഒരു ആശയത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും മൈൻഡിൽ നമ്മളൊക്കെ ചോദിക്കും ശരിയാവുമല്ലേ, ഇപ്പോൾ പറ നല്ല ആളാണ് ചീത്ത ആളാണ്. ഇപ്പോഴും ഒരു സംഭവം ഫിക്സ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് ഇത് മനസ്സിന് ഏറ്റവും വലിയ പ്രശ്നം അരക്ഷിതാവസ്ഥപ്പെടുക. അരക്ഷിതാവസ്ഥ തുടങ്ങുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. റോൾ കൺഫ്യൂഷൻ മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ട് ആത്മഹത്യയുടെ ആൾക്കാർ ചെയ്യുന്നത് ഈ റോൾ കൺഫ്യൂഷനാണ്. അല്ലേ? ഒരു ഈ എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണമെന്നുള്ള ഒരു ത്വര മനുഷ്യനുണ്ട്. അരക്ഷിതാവസ്ഥ നിൽക്കാനുള്ള ധൈര്യമില്ല. അരക്ഷിതാവസ്ഥയിലാണ് ഏറ്റവും സേഫ്. അരക്ഷിതാവസ്ഥ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണം നമുക്ക് സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ അരക്ഷിതാവസ്ഥയിലാകേണ്ടത് നമ്മൾ വളരെ അറിയാറാണ്. ഇപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പട്ടി കുറ്റം വട്ടം ചാടും അല്ലെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ അങ്ങനൊന്നും വരത്തില്ല എന്ന് പ്രതീക്ഷിച്ചു പോയാൽ അപകടം വരും. പല അപകടങ്ങളും അങ്ങനെ ഉണ്ടാകും. ഒരു കുഴപ്പവും വരത്തില്ലെന്ന് വെച്ച് ഭയങ്കര സ്പീഡിൽ പോകുകയാണ്. ആണ് അവിടെ സേഫ് സോൺ ഒരു ഫിക്സ് ചെയ്യും. നമ്മൾ അവിടെ വരത്തില്ല, നമ്മൾ സേഫാണ്. റീചെക്കിങ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പോകുമ്പോൾ എളുപ്പം ഒരു പട്ടി എടുത്ത് വട്ടം ചാടുമ്പോൾ നമ്മുടെ സകല പ്ലാനിങ്ങുകളും തെറ്റിപ്പോകുന്നതാണ്. നേരത്തെ കുറച്ച് എന്ത് സംഭവിക്കാമെന്നൊരു ഭയം ഉണ്ടെങ്കിൽ ചവിട്ടാത്തക്ക രീതിയിൽ വണ്ടി ഓടിക്കണം. എപ്പോൾ വേണേൽ ചവിട്ടാൻ ഭാഗത്ത് റെഡിയായിട്ട് നമ്മൾ വണ്ടി ഓടിക്കും. അപ്പോൾ അവിടെ വരണം. അപ്പോൾ ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള രീതി വണ്ടി ഓടിക്കുന്നതാണോ, ഒരു കുഴപ്പവും വരത്തില്ലെന്ന് വെച്ച് വണ്ടി ഓടിക്കുന്നതാണോ നല്ലത്? അപ്പം ജീവിതത്തിൽ അരക്ഷിതാവസ്ഥയാണ് ഏറ്റവും വലിയ സേഫ്റ്റി. കാരണം അവിടെ മൈൻഡ് പിടിക്കുന്നില്ല, പ്ലാനിങ്ങുകളുണ്ടായിട്ട് പിന്നീട് ചതിവ് വരുത്തുന്നില്ല. ഈ അടുത്ത നിമിഷം അങ്ങ് ചാടിയെടുത്ത് ഈ ക്യാമറയുടെ കാലെടുത്ത് എൻ്റെ തലയിൽ അടിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം ഇത് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എന്ത് സംഭവിക്കില്ല, ഇവിടെ വേണം ഒന്നിലും ഒരു ഇതും പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തിനും പ്രിപ്പയർ ആയി. പക്ഷെ ആശയങ്ങൾ നമ്മളെ പാസ്റ്റിലേക്ക് നയിക്കുകയും അതിലൂടെ പിന്നെയും സങ്കല്പങ്ങൾ വെട്ടിപ്പൊക്കുകയും അത് തകരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അപ്പം മനുഷ്യ മനസ്സുകൾക്ക് നിലനിൽക്കണമെങ്കിൽ ആശയങ്ങളാണ്. മനസ്സുകൾ നിലനിന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നു? മനസ്സില്ലാതെ ജീവിക്കുന്നതാണ് ഏറ്റവും സ്വാതന്ത്ര്യം, സന്തോഷം. പൂച്ചാൻ പറ്റിയ സന്തോഷമായിട്ട് വരുന്നത് എങ്ങനെയാണ്? മനസ്സില്ലാതെ ജീവിക്കുന്ന എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ രുചി അറിയാതെ. അത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. മനസ്സാണ് എല്ലാ ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും കാരണം. മനസ്സാണ് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ അന്നത്തെ ഉറക്കം
നമ്മളെ എമ്പതറ്റിക്കൽ സിമ്പതി മാത്രം മതി, എമ്പതി വേണ്ട. സിമ്പതി കൊണ്ട് ഗുണമുണ്ട്. എന്താ, അവർക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഒരേ മനസ്സോടുകൂടി ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ വിഷമം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കും. എമ്പതി വരുമ്പോൾ നമ്മളും കൂടെ വിഷമിച്ച് നമ്മൾ വലിയ പുറത്തോന്നിരിക്കും, ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് എന്താ വേണം? സിമ്പതിയാണോ എമ്പതിയാണോ? ഈ എമ്പതിയിലൂടെയാണ് സകല ബാധകളിൽ പ്രവേശിക്കുന്നത്. സിമ്പതി എമ്പതിയായിട്ട് മാറ്റി അല്ലേ? എല്ലാം താതാത്മ്യ ഭാവമുള്ള ആളുകൾ, എമ്പതറ്റിക് ആയിട്ടുള്ള ആളുകൾ, സെൻറ്റർ ഒരു ആങ്കർ ഇട്ട ഒരു കപ്പൽ പോലെ ആയിരിക്കില്ല. അവർ പറയുമ്പോൾ അത് ശരിയാണ്, ഇവർ പറയുമ്പോൾ ഇത് ശരിയാണ്, അമ്മ പറയുമ്പോൾ ശരിയാണ്, ഭാര്യ പറയുമ്പോൾ അത് ശരിയാണ്. അവസാനം തമ്മിലടി മുട്ടത്തല്ല മക്കളോ ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലാത്തവരാണ്. ഏറ്റവും കൂടുതൽ രോഗം ചെയ്യുന്നതിനുള്ളവരാണ്. പക്ഷെ അവർക്ക് നോ പറയാൻ പറ്റത്തില്ല ആരുമായിട്ട്. അവർ പറഞ്ഞത് ശരി, ഇവർ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അത് എമ്പതിക്കാരാണ്. അവരിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് പേഴ്സണാലിറ്റി പ്രോസസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് സായി സജസ്റ്റബിലിറ്റിയാണ്, ഹിപ്നോട്ടിക് സജസ്റ്റബിലിറ്റി. ഒന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ കഴിയും. കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചില്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. കാരണം ആര് പറഞ്ഞാലും അത് അവരൊന്നും പുള്ളേ അവരായി മാറുക. വിഷമം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അറിഞ്ഞില്ലതാവും. ഒരു 5000 രൂപ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ 14,000 രൂപ കൊടുക്കും, 5000 രൂപ കൊടുക്കും. പിന്നെ ഡിവൈസിൽ നിന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ സ്ഥിരം പറ്റുന്നത് ഇവർക്ക് എത്രയായാലും പഠിക്കത്തില്ല, പിന്നെ ഇതന്നെ കാണിക്കും. അപ്പം എമ്പതി നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് വർക്ക് ചെയ്യും. അപ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മുടെ ബേസ് നമ്മൾ ഈ ഒരു ആശയം നമ്മളുണ്ടാവും. ആ ആശയത്തെ പിടിച്ചാൽ മൈൻഡ് വരും. അപ്പോൾ ആശയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ യൂസ് ചെയ്യപ്പെടും. മറ്റുള്ളവർ എനിക്കിപ്പോൾ ഇന്ന മേഖല വിജയിക്കുന്നുണ്ട്, ആ മേഖല സീനിയറായിട്ടേക്കുന്ന ആളുകൾ നമ്മൾ യൂസ് ചെയ്യും ഏതെങ്കിലുമൊക്കെ രീതി. അപ്പോൾ നമ്മുടെ ആശയങ്ങളുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആശയങ്ങളുള്ളപ്പോൾ നമ്മുടെ കാര്യം പകുതിയായിട്ട് പോകും. നമുക്ക് ഫ്രീഡം പോകും. ആ ആശയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചിന്തിക്കാൻ നമുക്ക് പറ്റൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദോഷപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ആശയങ്ങൾ തടസ്സങ്ങൾ. അപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ആൾ ഒരു ഫിക്സേഷൻ വേണ്ടി സയൻസ് ഒക്കെ തെറ്റ് നമ്മുടെ പോയിന്റ്. സ്പിരിച്വാലിറ്റി മാത്രമാണ് ഈ പറയുന്ന, ഞാൻ ചെയ്യുന്ന സ്പിരിച്വാലിറ്റി മാത്രമാണ് ശരി എന്നൊരു ഫിക്സേഷൻ വരും. അതാ അവരുടെ ഈഗോയ്ക്ക് നിലനിൽക്കാൻ. അപ്പോൾ സ്വാഭാവികം അവർക്ക് ഒരിക്കലും ഇതിന് ഓപ്പോസിറ്റ് ചിന്തിക്കണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ റിസർച്ച് സയന്റിഫിക് ടെമ്പർ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള നോളജ് ഉണ്ട്. അപ്പോൾ സത്യത്തിന് നമ്മളെക്കാൾ വലിയ വാല്യൂ കൽപ്പിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് എതിരായിട്ട് സഞ്ചരിക്കാൻ പറ്റൂ. സത്യം അതെനിക്കറിയണം. ഈ സത്യത്തിന് നമ്മളെക്കാൾ വലിയ എൻ്റെ ഈഗോയേക്കാൾ എനിക്ക് തെറ്റുപറ്റി എന്നെനിക്ക് പറയാൻ മടിയില്ലാതെ പറഞ്ഞു എന്നെങ്കിൽ മാത്രമേ എനിക്ക് സത്യം തെളിയാൻ പറ്റൂ. ഞാൻ ധരിച്ചത് അങ്ങനെയല്ല, നമുക്ക് പറ്റി എന്ന് തുറന്ന് എന്നോട് തന്നെ സമ്മതിക്കുക എന്നുള്ളത് വളരെ വേദനയുള്ളൊരു പ്രോസസ്സാണ് അല്ലേ? നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ, ഭാര്യ, ഭർത്താവ്, ഒരു നമ്മളിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് പെരുമാറുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കേണ്ടത്? നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് നമ്മുടെ ജീവിതത്തിൻ്റെ മീനിങ് അവരുടെ മേലിൽ കൊണ്ടുവച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എൻ്റെ ഭാര്യയാണ്, കുട്ടികളാണെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ നമ്മളിങ്ങനെ മീനിങ് കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് അവരുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം അതൊരു ഗ്യാരണ്ടി ഇല്ല. ഇമോഷൻസിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? ഈ ഇമോഷൻസ് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് വേസ്റ്റ് ആകാതെ. അപ്പോൾ എന്തോ പഠിക്കേണ്ടവർ എനിക്ക് മിസ്റ്റേക്ക് പറ്റും, ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അവിടെ സത്യത്തിന് അക്സെപ്റ്റ് ചെയ്യും, അതാണ് സത്യം. പക്ഷെ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നോർമലി അവരുടെ കുറ്റമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് അല്ല ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ല വേറെ കുട്ടികൾക്ക് വേറെ. അപ്പം അവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ മിസ്റ്റേക്ക് എന്നായിരിക്കും നമ്മൾ പറയും. എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ എന്തിനാണ് എൻ്റെ ലൈഫിൻ്റെ മീനിങ് അവിടെ കൊണ്ടുവച്ചത്. അപ്പം ഇനി ഇങ്ങനെ ആവർത്തിക്കത്തില്ല. അപ്പം നമ്മൾ ഫ്രീ ആവുക. സത്യം മാത്രമാണ് നമ്മളെ ഫ്രീ ആക്കുന്നത്, ലിബറേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ സത്യം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ആ സത്യത്തിന് അതാദ്യം പറഞ്ഞു, സത്യത്തിന് നമ്മുടെ ജീവൻ നമ്മളെക്കാൾ വലിയ പ്രാധാന്യം, നമ്മുടെ വ്യക്തിത്വത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് മാത്രമേ ഓരോ ഈ പറയുന്നത് അതുപോലെ. അപ്പോൾ അതുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളിങ്ങനെ അന്വേഷണം ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ പറഞ്ഞതൊന്നും ഞാൻ ഫിക്സ് ചെയ്യുന്നില്ല, ഇതൊക്കെ ഒരു ഗ്യാരണ്ടിയില്ല, നാളെ നമ്മൾ മാറ്റി പറയുന്നത് ചെയ്യും. ഇത് ഇപ്പം പറയുന്ന കാര്യമാണ്, ഇപ്പോഴത്തെ സത്യമാണ് പറയുന്നത് അല്ലേ. ഒരാൾ മോതിരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു, വട ഇട്ടുകൊണ്ടിരുന്നു. അപ്പം മോതിരം വടയ്ക്കാത്തായിട്ട് ഏത് വടയാണെന്ന് അറിയാൻ പറ്റും. 500 വടയുണ്ട്. ഈ 500 വട 2 ദിവസത്തെ ശമ്പളം എല്ലാം കൊടുത്ത് വാങ്ങിച്ച് വെച്ചിട്ട് ഈ പാവപ്പെട്ട അടുത്തുനിന്ന് വടയെല്ലാം പൊളിച്ച് നോക്കണം. എല്ലാം കുളമായി പോകും, ഉപയോഗിക്കാൻ പറ്റില്ല. പൊളിച്ച വട ആരെങ്കിലും കഴിക്കും? എല്ലാം പൊളിച്ച് നോക്കി അവസാനം 500ാമത്തെ വടയിലാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കൂട്ടുകാരനോട് വേണ്ട പൊട്ട, നീ ഒരു മണ്ണല്ല, വേണ്ട, നിനക്ക് ആ വടയെടുത്ത് ആദ്യം പൊളിച്ച് നോക്കി എത്രയാണ് സേവ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം പറഞ്ഞത് നമുക്ക് അറിയത്തില്ലല്ലോ, അറിയാമെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ പറയുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന നമുക്കറിയാൻ വയ്യ കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാവുന്ന ഇത് സത്യം, ഇപ്പൊ പറയുന്ന കാര്യം ഇതാണ് സത്യം, ഇപ്പോഴത്തെ സത്യമാണ്. നാളെ ചിലപ്പോൾ നമുക്ക് മാറിയേക്കാം. നിർമ്മാണ ലൈഫ് പാത്തിന്റെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന അവർക്ക് നല്ലൊരു മനുഷ്യനാകാൻ, അതിൽ കൂടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, അതിൽ കൂടെ നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? നമ്മുടെ മെന്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മെസ്സേജ് കൊടുക്കാനുള്ള ആളൊന്നും അല്ല, എങ്കിൽ പോലും നമുക്ക് തോന്നുന്നൊരു സംഗതി, 2 ടൈപ്പിലുള്ള എനർജി ലെവലിലുള്ള ഫ്ലോസ്. നെഗറ്റീവായിട്ടുള്ള ഈ വൈബ്രേഷണൽ ഫീൽഡുകൾ ആളുകളുടെ ബ്രെയിൻ കെമിക്കൽസിനെ മാറ്റിയിട്ട് അവർ വഴി മറ്റുള്ളവരിലേക്ക് പോയി മറ്റുള്ളവർ. ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. നമ്മളൊന്ന് അടിയടിക്കും, നിങ്ങൾക്കൊരു അടിയൊക്കെ തന്നു, നിങ്ങൾ എന്നെ അടിച്ചു, എനിക്കത് കൂടുതൽ പറ്റി എങ്കിൽ ശരി, നിങ്ങൾക്ക് അടിയിട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയല്ല ഭർത്താവ് മോശമായിട്ട് പെരുമാറും, സ്നേഹമായിട്ട് പെരുമാറും, നമ്മുടെ വീട്ടിൽ നമ്മൾ നെഗറ്റീവായിട്ട് പെരുമാറുന്നു, അവരുമായിട്ട് അടിയാവും, അവർ വേണ്ടി വേറെ ആൾക്കാരുടെ ഓഫീസിൽ കൊണ്ട് കൊടുക്കും. ഇങ്ങനെ ഫ്ലോ എനർജി, നെഗറ്റീവ് എനർജികൾ റൺ ചെയ്യുന്നതാണ്. പലപ്പോഴും റിയൽ കാര്യത്തിനൊന്നും അല്ലേ വഴക്കുണ്ടാകുന്നത്. നേരത്തെ ഉള്ള റോഡിലൊക്കെ വെച്ച് അടിയുണ്ടാകുന്ന പലരും അവരുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്രസ്ട്രേഷൻ ഇങ്ങനെ മുറ്റി നിൽക്കുക. അപ്പം ആരെങ്കിലും ഒരു ഇലയെ കിട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്തെന്ന് തോന്നിയാൽ മതി, കത്തുകൊണ്ട് കുത്തിപ്പോയി, കാര്യമൊന്നുമില്ല. ഉള്ളിൽ കിടക്കുന്ന ഒരു ഡാം പോലെ കിടക്കുന്ന നെഗറ്റീവ് എനർജി പുറത്തോട്ട് വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഓരോരുത്തരെടുത്തിട്ട് ഉപദ്രവിക്കണം വീടുകളായി. കാരണം തിരിച്ചു വരത്തില്ല, തിരിച്ചു വരാത്തത് വിട്ട് വലിയ അങ്ങനെ വരത്തില്ല. ഭാവിയിൽ ഗുരുവായൂർ കൊണ്ടുപോയി കളയുന്നുള്ളൂ, അപ്പം തിരിച്ചു വരുന്നില്ല. തൽക്കാലം ഇവിടെ ഫ്രസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ കുട്ടികളിലോട്ടൊക്കെ വിട്ട് കുട്ടികളൊക്കെ എടുത്ത് തോന്നിക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള എനർജിയുടെ മുന്നിലുള്ള കളിപ്പാവകളാണ് മനുഷ്യൻ. നമ്മൾ അവയർനെസ് കൂടാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുക, അവയർനെസ്, പ്രപഞ്ചത്തിൻ്റെ ബോധം, ജനങ്ങളുടെ ബോധം കൂടാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ കൊടുക്കുന്നത്. ആദ്യം നമ്മുടെ ബോധം കൂടാനുള്ള കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് വാക്കുകളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ടീമായിട്ട് കൊടുക്കുന്ന അത്രയും പോസിറ്റീവ് ലൈറ്റ് വർക്കേഴ്സ് എന്നൊക്കെ പറയും അല്ലേ, ഏഞ്ചൽസ്, ലൈറ്റ് വർക്കേഴ്സ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി. ഈശ്വരൻ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കുക. പോസിറ്റീവ് എനർജി നമ്മൾ കഴിയുന്നത്ര രീതികളിൽ ആളുകളിലേക്ക് എല്ലാവരിലേക്ക് എത്തിച്ച് ആ ഫ്രീക്വൻസിയിൽ നിൽക്കുക. അല്ലാതെ നെഗറ്റീവ് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഒരാളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ടുകളെ ഇല്ലാതാക്കാൻ വലിയ പാടാണ്. അവൻ അനുഭവിച്ചൊരു ട്രോമ ഇല്ലാത്തതാക്കാൻ പറ്റുമോ? ഇല്ല. ആ ട്രോമയെ നിൽക്കുമ്പോൾ അവൻ ആലോചിക്കുന്നതൊക്കെ നെഗറ്റീവ് ആയിട്ട്. അപ്പോൾ അവൻ്റെ ഫ്രീക്വൻസി മാറ്റി നമ്മുടെ ഒരു കൂട്ടായ്മകളിലൂടെ നിർമ്മാണം ഇങ്ങനെയുള്ള ഗംഭീരമായ കൂട്ടായ്മകളിലൂടെ
അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ കാര്യം. പോസിറ്റീവായിട്ടുള്ള ആളുകളെ ഇങ്ങനെ അവരുടെ സംസാരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകളുടെ ഫ്രീക്വൻസി ഷിഫ്റ്റാണ്, അവരുടെ ബ്രെയിൻ കെമിക്കൽസ് മാറി പോസിറ്റീവായി. അതാണ് കാർലൂണിൻ്റെ അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ സ്കൂളിൽ നിന്ന് ഒരുപാട് സൈക്കോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ കാർൽ റോജറിനെ പോലെയുള്ള ആളുകളുടെ പോസിറ്റീവ് പ്രസൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും. സൈക്കോ അനാലിസിസിലേക്ക് പ്രാധാന്യം കുറഞ്ഞു. പണ്ടത്തെ പോയി കുന്നൊക്കെ കുത്തിപ്പോക്കുന്ന രീതിയൊക്കെ അത് ആൾറെഡി അവനൊന്ന് ട്രോമ അനുഭവിച്ചാണ്. അവനെ ഇനി ആദ്യം അത് ഓർപ്പിച്ച് വീണ്ടും ട്രോമാറ്റിക് ആക്കേണ്ട ഒരു കാര്യമില്ല. അതങ്ങ് വിട്ടിട്ട് പ്രസന്റിൽ ഫോക്കസ് ചെയ്ത്, കാരണം പാഴ്സ്റ്റിൽ പോയാലും ഇതൊക്കെ അനലൈസ് ചെയ്താലും പരിഹാരം അവിടെ കിടക്കുന്നത്. അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ വാട്ട്, സോ ഐ ഹാവ് ടു ഡു ദിസ് ഇൻ പ്രസന്റ്. ഇതല്ലേ, ഇതിലേക്കല്ല സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഇപ്പോൾ തന്നെ ഈ പ്രസന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്രീക്വൻസി പോസിറ്റീവ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ജനറേഷനും അത് പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആളുകൾ മനസ്സിലാകുമ്പോൾ ഈ ആർക്കിടെക്ട്സിനെയൊക്കെ പോസിറ്റീവായിട്ട് കുട്ടികൾക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള ഒരു താല്പര്യം ആളുകൾ വരും. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ? അതെ, നിർവ്വാഹയുടെ ലക്ഷ്യവും അതൊക്കെ തന്നെയാണ്. ഒരുപാട് നേരമായി ഇന്നത്തെ ദിവസം മൊത്തം സാർ നമുക്ക് വേണ്ടി തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഗിഫ്റ്റാണ്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മുടെ സെൻസസിലെ അവയർനെസ്സിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയൊരു ഇത്രയും